وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. ആദരണീയരായ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി പരമാവധി വിശ്വാസം നിലനിർത്തി ഭക്തിയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. മനുഷ്യർക്ക് അല്ലാഹു നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പറയുക, നിങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കാൻ പറ്റാത്തതാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ അതീവ നന്ദി കെട്ടവനും അക്രമിയുമായി തീരുകയാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിന്റെ 32-33 ആയത്തുകളിലാണ് മറ്റു അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയായി അല്ലാഹു ഇവിടെ പടച്ചു വെച്ചത് മാത്രമല്ല, ഈ സൃഷ്ടിക്ക് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വളരെ കൃത്യമായി ഇവിടെ സംവിധാനിച്ചു വെച്ചതിനെ പറ്റിയൊക്കെ അള്ളാഹു എടുത്തു പറയണം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് 11 അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നു. അള്ളാഹുവാണ് ആകാശങ്ങളെ പടച്ചിട്ടുള്ളത്, ഭൂമിയെ പടച്ചിട്ടുള്ളതും അള്ളാഹുവാണ്. വഅൻസല മിനസ് സമാഇ മാഅൻ, ആ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി മഴ പെയ്യിപ്പിക്കുന്നതും അള്ളാഹുവാണ്. പലപ്പോഴും ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആളുകൾ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളായിട്ട് ഇതിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നത്. ദേവീ ദേവന്മാരും മറ്റു ശക്തികളും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ആകാശഭൂമികളൊക്കെ സ്വയംഭൂവായി ഉണ്ടായതാണ് എന്ന് മറ്റൊരു വിഭാഗവും അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം വിശ്വാസങ്ങൾക്കിടയിലേക്കാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ കാണുന്ന ആകാശമുണ്ടല്ലോ, അതിനപ്പുറമുള്ള ആകാശങ്ങൾ, ഇതെല്ലാം അല്ലാഹുവാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വാസയോഗ്യമായ രൂപത്തിൽ ഭൂമിയെ സംവിധാനിച്ച് സൃഷ്ടിച്ചു തന്നിട്ടുള്ളതും അതേ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് മഴ ഇറക്കിയാൽ അല്ലാഹുവാണ്. മഴയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ആ മഴയുടെ അനുഗ്രഹവും ഇവിടെ തന്നെ ആ മഴ മുഖേനയാണ് നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ളതൊക്കെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായ മഴ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ അള്ളാഹ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മഴയെ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ വെള്ളം എങ്ങാനും അള്ളാഹു വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം മനുഷ്യരുടെ ചിന്തയെ ഉയർത്തിയിട്ട് അള്ളാഹു ഇത്തരം അനുഗ്രഹങ്ങൾ എടുത്ത് പറയുന്നതായി കാണാൻ കഴിയും. നമുക്കറിയാം മഴ എന്ന് പറയുന്ന അനുഗ്രഹത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വന്ന് ആവശ്യപ്പെടുന്നുണ്ട്, പ്രവാചകൻ ഞങ്ങൾ ആകെ പ്രയാസത്തിലാണ്, ആകെ വരണ്ടുടങ്ങിയിരിക്കുന്ന നാളൊക്കെ ഭക്ഷണ സാധനങ്ങൾ കിട്ടാതായിട്ടുണ്ട്, വല്ലാത്ത വരൾച്ചയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ഇത്തരം അനുഗ്രഹങ്ങളോട് ചെയ്യേണ്ട രീതി എന്താണെന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. മഴ ഇല്ലാതായാൽ എന്ത് ചെയ്യണം? അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചു.
നിരന്തരമായി മഴ പെയ്യാൻ തുടങ്ങിയ ഒരാഴ്ച മുഴുവൻ മഴ പെയ്തു. ഒരാഴ്ച മുഴുവൻ മഴ പെയ്തു. അടുത്ത ആഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന ആളുകൾ പരാതി പറയുന്നുണ്ട്, പ്രവാചക, മഴ ധാരാളമായി അധികമായി പോയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ആ മര്യാദ പഠിപ്പിച്ചു. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മഴ നേരം പെയ്യുമ്പോ, മഴയുടെ ആധിക്യം ഉണ്ടാകുമ്പോ മഴയെ ഏതെങ്കിലും രൂപത്തിൽ ശപിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ചെയ്യുന്ന സ്വഭാവം മുസ്ലിമിന്റേതല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഏതേത് എന്തെല്ലാം ഉണ്ടോ അതിനെയൊന്നും നിങ്ങൾ എടുത്ത് ശപിക്കരുത്, പഴിക്കരുത് എന്നൊക്കെ പറയുന്ന വചനം കാണാൻ കഴിയും. റസൂൽ എന്താ ചെയ്തത്? റസൂല് ആ മിമ്പറിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുമാക്കണമേ, ഞങ്ങളുടെ മേലല്ല. മലപ്രദേശങ്ങളിലും കുന്നുകളിലും ഒക്കെയായി ഈ മഴയെ പെയ്യിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും മഴ ശമിക്കുകയും ചെയ്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഇത്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ, അതും തന്നെ നമുക്ക് അധികമാണെന്ന് തോന്നുമ്പോ അവിടെയും പ്രാർത്ഥനയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ അനുഗ്രഹം തടയപ്പെടുമ്പോൾ പ്രാർത്ഥന, അല്ല ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥന. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഈ നിഅമത്തുകൾ അതിൻ്റെതായ രൂപത്തിലാണ് മുസ്ലിം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയും. തുടർന്ന് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് കപ്പലിനെ അധീനപ്പെടുത്തി തന്നു. ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, മഴയെ ഇറക്കി തന്നു, അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, കപ്പലിനെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. അത് മുഖേന നിങ്ങൾക്ക് കടലിലൂടെ സഞ്ചരിക്കാനുള്ള അനുവാദവും അതിനുള്ള ഏർപ്പാടുകളും ചെയ്തു തന്നു. നദികളെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. ഇവിടെയൊക്കെ പ്രയോഗിച്ച പ്രയോഗം സഹറ എന്നാണ്. അള്ളാഹു അധീനപ്പെടുത്തി തന്നു. കപ്പലിനെ അള്ളാഹു അധീനപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം വേണ്ട രൂപത്തിൽ നിങ്ങൾക്ക് ആ നിലക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം തരികയും അതിന്റെ ഉപയോഗത്തിനുള്ള അധികാരം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതല്ലാതെ അതിന്റെ നിയന്ത്രണം തന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം കപ്പലാണെങ്കിലും ശരി, മറ്റു വാഹനങ്ങളാണെങ്കിലും ശരി, അതെല്ലാം അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണമാണ് എന്ന്. അതുകൊണ്ടാണ് വാഹനക്കാരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ തന്നെ പറയുന്നത്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു ഉണ്ടാകുന്ന സർവസ്തു, അവനാകുന്ന പരിശുദ്ധൻ. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് പറയണം, ഈ വാഹനത്തെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവെ, നീ പരിശുദ്ധനാണ്. പിന്നെ പറയുന്നത് അതിന്റെ പൂർണ്ണമായി അതിനെ കൈകാര്യം ചെയ്യാൻ, അതിന്റെ പൂർണ്ണ നിയന്ത്രണം, അതിന്റെ എല്ലാ നിലക്കുള്ള നിയന്ത്രണവും ഞങ്ങളെ കൊണ്ടാകുന്നതല്ല. ഇത് എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറുമ്പോഴാണ്, കുതിരപ്പുറത്ത് കയറുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാഹനക്കാരുമ്പോ നമ്മൾ അതിനേക്കാളൊക്കെ അപ്പുറം. കാരണം ആ കുതിര അല്ലെങ്കിൽ ആ ഒട്ടകം അതിന്റെ താൽക്കാലികമായ നിയന്ത്രണം മാത്രമാണ് എന്റെ പക്കലുള്ളത്. പടച്ചവനെ, ബാക്കി നീയാണ് നിയന്ത്രിക്കുന്നത്. യന്ത്രങ്ങളുടെയും അവസ്ഥ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായ ദുരന്തങ്ങളും സംഭവങ്ങളും ആണല്ലോ കാണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ കപ്പലിനെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാൻ കഴിയും, എല്ലാ വാഹനങ്ങളെയും ഖുർആൻ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ല. ഖുർആൻ സൂറത്ത് യാസീനിൽ പറയണം, സുബ്ഹാനല്ലദീ അതേപോലെ തന്നെ അവർക്ക് സഞ്ചരിക്കാവുന്ന രൂപത്തിലുള്ള മറ്റനവധി വാഹനങ്ങളും നാം റെഡിയാക്കിയിട്ടുണ്ട്. ആ അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു ഇതേപോലെ മനുഷ്യർക്ക് വിധേയമാക്കി കൊടുത്തിട്ടുണ്ട് മറ്റു വാഹനങ്ങളൊക്കെ. അതെല്ലാം സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൃപാകാരുണ്യത്താലാണ്. അതിന്റെ ഉപയോഗം നിങ്ങൾക്ക്, ആ പ്രയോജനം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ സഖറ ലക്കും ഫുൽക, കപ്പലിനെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. കടലിൽ സഞ്ചരിക്കാൻ. വസഖറ ലക്കും അൻഹാർ, അതേപോലെ തന്നെ നദികളെയും അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. അവിടെ കാറ്റും കോളും പ്രയാസങ്ങളും കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അള്ളാഹു മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനൊക്കെ പലപ്പോഴും അനുകൂലമാക്കി മനുഷ്യർക്ക് വേണ്ടി മാറ്റി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമായി എടുത്ത് പറയാം. തുടർന്ന് പറയുന്നത്, നിങ്ങൾക്ക്
സൂര്യനെ അധീനപ്പെടുത്തി തന്നു. വൽ ഖമറ, ചന്ദ്രനെയും. ഇവിടെയും ആ സഹറ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൂര്യനെ അധീനപ്പെടുത്തി തന്നു പറഞ്ഞാൽ അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ കൺട്രോൾ മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മളാണ്ട് സ്വിച്ച് ഇടുന്ന സൂര്യൻ ഉദിക്കല്ല. ആ സൂര്യൻ ഉദിച്ച സൂര്യനെ അതിന്റെ പ്രയോജനം നമുക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം, അത് ചൂടേൽക്കാൻ, അതേപോലെ തന്നെ സാധനങ്ങൾ ഉണക്കാൻ, അതിൽ നിന്ന് എനർജി എടുത്ത് ഉപയോഗിക്കാൻ, അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ സൂര്യനെ നമുക്ക് അധീനപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വൽ ഖമറ, ചന്ദ്രനെയും അതേപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ, അത് അതിന്റെ പ്രകാശം ഉപയോഗിക്കാനൊക്കെ അള്ളാഹു അനുവാദം നൽകി. ദാഇബൈൻ, ആ സൂര്യനും ചന്ദ്രനും നിത്യവും സഞ്ചരിക്കുന്ന രൂപത്തിൽ അതിനൊക്കെ അധീനപ്പെടുത്തി തന്നു. രാവിലെയും പകലിനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഇങ്ങനെയൊക്കെ 10-11 അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ഈ രണ്ടായത്തിൽ. ഈ രണ്ടായത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറയാം, അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ അള്ളാഹുവോട് ആവശ്യപ്പെട്ടോ അതെല്ലാം, അതിൽ നിന്നെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിനെ കൃത്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവുകയില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു സാമ്പിളായി മാത്രം മനുഷ്യർക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ എന്താണ്? ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് തന്നതാണ്. നമ്മൾ ചോദിക്കുന്നതൊക്കെ പടക്കം തരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരുപാട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തരണം, എന്തൊക്കെ തരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഭക്ഷണം മൂത്ത കുട്ടിക്ക് നൽകുന്ന അതേ ഭക്ഷണം ഒരിക്കലും ചെറിയ കുട്ടിക്ക് നൽകില്ല. പാല് കുടിക്കുന്ന ഒരു കുട്ടി ബിരിയാണിക്ക് കരഞ്ഞാലും ആ ഉമ്മ കൊടുക്കാറില്ല. എന്താണ്? ആ കുട്ടിയോടുള്ള അതീവ കാരുണ്യം മൂലമാണ് കൊടുക്കാത്തത്. നേരെ മറിച്ച് വലിയ കുട്ടിക്ക് ആ ഭക്ഷണം കൊടുക്കും. അത് ഈ ഉമ്മയുടെ കാരുണ്യമാണ് ഇങ്ങനെ ഈ വിവേചനം ഇതിൽ കാണിക്കുന്നത്. എന്ന പോലെ പടച്ച തമ്പുരാൻ ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ നൽകുന്നത്, ചിലർക്ക് നൽകുന്നത്, മറ്റു ചിലരെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്നത്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ വിവേചനാധികാരമാണ് അതിലുള്ളത്. ഏതായാലും ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മനുഷ്യൻ ഇവിടെ ജനിച്ചു വീഴുമ്പോ ഇവിടെ വായു എന്ന് പറഞ്ഞിട്ട് ആരും അന്താളിച്ച് നടക്കേണ്ടതില്ലല്ലോ. ഇവിടെ വായു സംവിധാനിച്ചിട്ടുണ്ട്. അവര് വേണ്ട അമ്മയുടെ പാല് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു സൂര്യൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് വെളിച്ചം ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ ആരും മനുഷ്യരാരും ആവശ്യത്തിലേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ആ രൂപത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇവിടെ സംവിധാനിച്ചു വെച്ചതാണ്. എന്താണ് മനുഷ്യർക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം അല്ലാഹു ഇവിടെ നൽകി. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എല്ലാം നിങ്ങൾക്ക് ആ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന്. ഒരു ആശുപത്രിയിൽ പോയാൽ നമുക്ക് അറിയാൻ കഴിയും. ഐസിയുയിൽ കയറിയാൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ, ഈ ശാരീരികമായ സുഗമമായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ചെറിയ വീഴ്ച വരുമ്പോൾ എന്തുമാത്രം യന്ത്രങ്ങളാണ്, എന്തുമാത്രം ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ നമ്മളിങ്ങനെ എത്രയോ വർഷങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, എവിടുന്ന നമ്മൾ അനുഗ്രഹങ്ങൾ എല്ലാം ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ അനുഗ്രഹം എണ്ണേണ്ടത് എവിടുന്ന്? ഞാൻ ജനിച്ചത് മുതലാണോ? അതോ എനിക്ക് ജന്മം നൽകിയ എന്റെ പിതാവ് മാതാവ് അവരുടെ ജനനം മുതലാണോ? അതോ അവരുടെയും കാരണക്കാരായ അങ്ങനെ നീണ്ടുപോകുന്ന ആദ്യ നബി വരെയുള്ള ആളുകൾക്ക് നൽകിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എണ്ണണം? ഇവിടെ എത്തുപിടിയില്ല. നമ്മൾ അനുഗ്രഹങ്ങളെ എങ്ങനെ എണ്ണി കണക്കാക്കും? ഏതെല്ലാം അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കും? നമ്മുടെ ശ്വാസം, കണ്ണ്, കാത്, മൂക്ക്, അങ്ങനെ നോക്കിയാൽ അതാണ് പടച്ചോൻ പറയുന്നത്. അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിന്റെ ഒരു കണക്കെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയാൽ, ഓരോന്ന് ചെയ്യുമ്പോൾ
അപ്പൊ അൽഹംദുലില്ലാഹ് ഒരു ശ്വാസം എടുക്കുമ്പോ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണല്ലോ അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലാഹ് പറയാൻ അനുഗ്രഹം നൽകിയ അള്ളാഹുവിന് വീണ്ടും സ്തുതി പറയേണ്ടി വരും. അങ്ങനെ ശുക്രിന്റെയും സ്തുതിയുടെയും ഒരു പരമ്പര തന്നെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വരുമെന്ന്. ഈ നിലയ്ക്ക് നന്ദി കാണിക്കാൻ അർഹതപ്പെട്ടവരാണ് മനുഷ്യർ. അത് ആ നിലക്കാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ നന്ദി കാണിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരാണ് എങ്കിൽ ധാരാളമായി നിങ്ങൾക്ക് നാം നൽകുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ എന്താണ്? അനുഗ്രഹങ്ങൾ ധാരാളം നൽകി അത് നിങ്ങളെ കൊണ്ട് എണ്ണി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാൻ ലവലൂമൻ, മനുഷ്യൻ അക്രമി തന്നെയാണ്, നന്ദി കെട്ടവൻ തന്നെയാണ്. മനുഷ്യൻ അക്രമി തന്നെയാണ്, വകഫാർ, നിഷേധി തന്നെയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ യാതൊരു നന്ദിയുമില്ലാത്ത രൂപത്തിൽ, യാതൊരു ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനം അനുകൂലമല്ലാത്ത രൂപത്തിലാണ് അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും. കുഫറും ദുൽമുമാണ് അവന്റെ ജീവിതത്തിലുള്ളത് എന്ന്. മനുഷ്യ ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ ഇത് മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി പല രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തീർച്ചയായും തന്റെ റബ്ബിനോട് അതീവ നന്ദി കെട്ടവൻ തന്നെയാണ്. ഈ അനുഗ്രഹങ്ങളെയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആസ്വദിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. വിശന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കിട്ടിയാൽ അത് വളരെ ആസ്വാദ്യകരമായ രൂപത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഭക്ഷണം എന്റെ മുമ്പിൽ എത്തിച്ച, ഈ വെള്ളം എന്റെ മുമ്പിൽ എത്തിച്ച, ഇത് കഴിക്കാൻ, ഇതൊന്ന് കുടിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകിയ റബ്ബ്, അത് ചുണ്ടോടെ അടുപ്പിക്കുമ്പോൾ ആ റബ്ബിനെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ അടിമക്കുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. ദിക്റുള്ള ശുക്റുള്ള അടിമകളായി മാറണമെന്ന് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനെങ്കിലും ബിസ്മില്ലാഹ് അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയണമെന്ന്. അത് കുടിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ എന്റെ ചുണ്ടിലൂടെ, എന്റെ വായിലൂടെ എന്റെ അകത്തേക്ക് ഇറക്കാൻ സാധിച്ച അള്ളാഹു, ഒന്നും കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇങ്ങനെ അനുഗ്രഹം നൽകിയ അള്ളാഹു, ആ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മനുഷ്യന് കഴിയണമെന്നാണ്. അതാണ് ഒരു യഥാർത്ഥ അടിമയുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയ യഥാർത്ഥ അടിമയിൽ ഉണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയായി പഠിപ്പിക്കുന്നത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. അല്ലാഹുവേ, എന്നെ നീ സഹായിക്കണമേ. എങ്ങനെയാകാൻ? അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ. ഏതേത് അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ ഓർക്കാനുള്ള അതിനുള്ള കഴിവ് പടച്ചവനെ നീ നൽകണമേ. പടച്ചവനെ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണമേ. തുടർന്ന് എന്താ പറഞ്ഞത്? വശുക്രിക, പടച്ചവനെ ഓർത്താൽ പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കുക. പടച്ചവനോട് ഒരു ഹംദ്, പടച്ചവനോട് നന്ദി അത് കാണിക്കുന്ന അവസ്ഥ പടച്ചവനെ ഉണ്ടാക്കണമേ. പടച്ചവനെ നിന്നെ ഓർക്കാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ. പിന്നെന്താ പറഞ്ഞത്? ഏറ്റവും നല്ല രൂപത്തിൽ ആരാധന അർപ്പിക്കാൻ. അതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. പടച്ചവനെ ഓർക്കുക, പടച്ചവനെ നന്ദി അർപ്പിക്കുക, എന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പടച്ചവന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുക. അതിന് പടച്ചവനെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആ നിലയ്ക്ക് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള അടിമകളായി തീരാനാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. ആ നിലയ്ക്ക് അള്ളാഹുവോട് നന്ദി കാണിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസൈക്കും വഇയ്യായ സാനിയത തഖ്വല്ലാഹ്. പടച്ചറപ്പിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി ശ്രദ്ധിക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന് നന്ദി കാണിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം ഒരു യുദ്ധത്തിന്റെ മുഖത്താണ്. എല്ലാവരും ആശങ്കയിലും ഭീതിയിലും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിന്റെയൊക്കെ പ്രത്യാഘാതം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പറ്റി ഇന്ന് അഭിപ്രായപ്പെടുന്ന ഒരു തെമ്മാടി രാഷ്ട്രം എന്നുള്ള രൂപത്തിൽ തന്നെ അതിന് ഒട്ടുമിക്ക ആളുകളും ചിത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്താണ് കാരണം നമുക്കറിയാം. പിറന്നുവിടുന്ന നാടിന് വേണ്ടി അതേപോലെ തന്നെ ഖുദ്സിന് വേണ്ടിയൊക്കെ പോരാടിയിരുന്ന പാവപ്പെട്ട നിരായുധരായ ആളുകളെ അവരോട് വളരെ ക്രൂരമായി യുദ്ധം ചെയ്യുകയും നിഷ്കാസനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പട്ടിണി കിടക്കുകയും അവർക്ക് വേണ്ട എന്തൊക്കെയാണോ നിഷേധിക്കാൻ പറ്റുന്നത് അതിലേക്കെല്ലാം നിഷേധിച്ചുകൊണ്ട് വളരെ ക്രൂരമായ രൂപത്തിൽ പെരുമാറിയ ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് തന്നെയാണ് ഇസ്രായേലിന് ആളുകൾ ആ നിലക്ക് വിലയിരുത്തുന്നത്. നമുക്കറിയാം, പട്ടിണിക്കിട്ട് പരമാവധി പീഡിപ്പിക്കുകയും അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചവരെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തടഞ്ഞു വെച്ച് നാട് കടത്തുകയൊക്കെ ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ധീരമായ രോദനങ്ങൾ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇത് മറ്റൊരു രാജ്യത്തേക്ക് കൂടി അതിന്റെ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ജൂത സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ദുഷ്ടന്മാരായും ക്രൂരന്മാരായും ഒക്കെ ഖുർആൻ ഈ ജൂത സമൂഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇത് ജീവിക്കുന്ന അതിന്റെ ഉദാഹരണങ്ങളായി രാഷ്ട്രം മാറുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ പലപ്പോഴും പ്രവാചകന്മാരെ കൊന്നിരുന്ന സമൂഹമായി ഈ ജൂത സമൂഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ കൊല്ലുന്നവരായിരുന്നു അവർ. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ കൊല്ലുന്നവരായിരുന്നു. അതിലേക്ക് ഒരു പ്രാവർത്തിക രൂപം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ച വിഭാഗം 2 തവണ പ്രവാചകന് നേരെ കൊലപാതക ശ്രമം നടത്തിയത് ജൂത സമൂഹമായിരുന്നു ഒരു ചരിത്രത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ ഒരു സന്ധിക്ക് വേണ്ടി, കരാറിന് വേണ്ടി വിളിക്കുകയും എന്നിട്ട് ആ ഒരു കോട്ടയ്ക്കുള്ളിൽ പ്രവാചകനെ എത്തിയിട്ട് തലക്കു മീതെ കല്ലിട്ട് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അള്ളാഹുവിന്റെ വഹി കിട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് നിന്ന് പിന്മാറുക ചെയ്തു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണത്തിൽ ആട്ടിറച്ചിയിൽ വിഷം കൂട്ടിയിട്ട് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ഒരു ജൂത സ്ത്രീയായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പറഞ്ഞതിനെ യസ്ഔന ഫിൽ അർളി ഫസാദ എന്നാണ്. യസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പം തന്നെയാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നുള്ള നിലയ്ക്ക് ഏത് കാലത്തും മുസ്ലിങ്ങളെ ശിഥിലീകരിക്കാനും ഭിന്നിപ്പിക്കാനും എന്നിട്ട് അത് മുതലെടുക്കാനും മുസ്ലിങ്ങളിൽ തന്നെ അവരുടെ ആത്മവീര്യം ചോർത്താനും ഒക്കെയുള്ള ശത്രുക്കളുടെ ശ്രമം എല്ലാ നിലയ്ക്കും ഏത് കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിയോണിസ്റ്റുകൾക്ക് മുഖേന അതിന്റെ എല്ലാ ശ്രമങ്ങളും നമ്മുടെ നാട്ടിലടക്കം നടന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ദുർബലപ്പെടുത്തി നമ്മുടെ ചിന്തകളെയൊക്കെ ഭിന്നിപ്പിച്ച് ശിഥിലീകരിച്ച് മുതലെടുത്ത് അങ്ങനെ രാജ്യത്തിന്റെ, നാട്ടിന്റെ, ലോകത്തിന്റെ ഒക്കെ മേധാവിത്വം നേടിയെടുക്കുക എന്ന ചിന്തയാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. ഇസ്ലാം നമ്മോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും, വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടം പരസ്പരം കല്ലുകൾ വെച്ച് ഉറപ്പിച്ചാൽ പിന്നെ അതിന്റെ ഒരു മൂല അളക്കാൻ, ഒരു കല്ലെടുത്ത് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കുകയില്ല. റസൂൽ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ഐക്യപ്പെടണം വിശ്വാസികൾ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പൊ കയ്യിൽ ഒരു മുറിവ് പറ്റിയാൽ കണ്ണുറങ്ങാതിരിക്കും, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വേദനിക്കും. അപ്പൊ ശരീരം മൊത്തം അതിന് വേണ്ടിയിട്ട് അതിനോട് അനുകൂലമായ ഭാവം പ്രകടിപ്പിക്കുമെന്ന് എന്ന പോലെ ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും അതോടൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ടായിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ള റസൂൽ പഠിപ്പിക്കണം. ഒരു ചീർപ്പിന്റെ കല്ലുകൾ പോലെയായിരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഅതസിമു ബിഹബ്ലില്ലാഹ് വലാ തഫറഖു എന്നൊക്കെ.
അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച് നിങ്ങൾ ഒന്നാകണം എന്നാണ്. നിങ്ങൾ ഭിന്നിക്കരുത്. ഇത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണെങ്കിൽ അതല്ലാത്തൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാറ്റ് പോകുന്നതിന്റെ അർത്ഥം. നിങ്ങൾ സാധാരണ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, മുസ്ലിം സമൂഹത്തിന്റെ കാറ്റ് പോയിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങൾ ശിഥിരമാകുമെന്ന്. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒന്നിച്ചു നിൽക്കാവുന്ന രംഗങ്ങളിലൊക്കെ ഒന്നിച്ചു നിൽക്കാൻ ഇപ്പൊ സംഘടനകളും ആദർശ പ്രസ്ഥാനങ്ങളൊക്കെ ധാരാളമുണ്ട്. ഒരുപാട് കക്ഷി രാഷ്ട്രീയങ്ങളും പലതുമുണ്ട്. പക്ഷെ ഓരോന്നും ഇപ്പൊ മതപ്രസ്ഥാനങ്ങളാണെങ്കിൽ ആദർശ പ്രസ്ഥാനങ്ങളാണെങ്കിൽ ഓരോന്നും എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ആളുകളിലേക്ക് ദഅവത്ത് നടത്താനുള്ള പ്രവർത്തനങ്ങളായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റു വിഭാഗങ്ങളെ ശത്രുക്കളായി കാണാതെ പരമാവധി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന രംഗങ്ങളിലേക്ക് ഒന്നിച്ചു നിൽക്കാൻ. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന രംഗങ്ങളിലേക്ക് ഒന്നിച്ചു നിൽക്കാൻ, മുസ്ലിങ്ങൾ എന്നുള്ളതിലേക്ക് ഒന്നിച്ചു നിൽക്കേണ്ട രംഗങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. ഇപ്പൊ ശരിയാത്ത പ്രശ്നങ്ങൾ വന്നപ്പോ, അതേപോലെ തന്നെ ഭരണകൂടത്തിന്റെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ വന്നപ്പോ അതിനൊക്കെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ആ കെട്ടുറപ്പ് നമുക്ക് ശക്തി പകരുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ നാട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ സാധിച്ചിരിക്കണം. അവിടെ ജാതിയും അതേപോലെ തന്നെ മതവും മറ്റു വിഭാഗങ്ങളും ഒന്നുമില്ലാതെ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ അവിടെ മതത്തിന്റെ അതിർത്തികൾ ഇല്ലാതെ തന്നെ ആ ഐക്യം സാധ്യമാകണമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ റസൂലുള്ളാഹ് കരാറുണ്ടാക്കുന്നുണ്ട്. ആരോടാണ് കരാറുണ്ടാക്കുന്നത്? ഈ പറഞ്ഞ ജൂത സമൂഹവുമായാണ്, ക്രിസ്ത്യാനികളുമായാണ്. റസൂലിന്റെ കൂടെ വിശ്വാസത്തിൽ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ റസൂലിനെ ചതിക്കാൻ വേണ്ടി തക്കം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുമായാണ്. അവരെല്ലാവരും കൂടി കൂട്ടി റസൂൽ കരാറുണ്ടാക്കി. ചരിത്രത്തിൽ അറിയപ്പെടുന്നതാണ് മദീന ചാർട്ടർ. ഈ നിലയ്ക്ക് കരാറുണ്ടാക്കിയിട്ട് ആ നാട്ടിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി റസൂൽ ശ്രമിക്കുന്നുണ്ട്. ഈ നിലയ്ക്കുള്ള കൂട്ടായ്മകളും ഐക്യവും എത്രയാണോ നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കുന്നത് ആ നിലയ്ക്ക് ഐക്യപ്പെടേണ്ട ഉത്തരവാദിത്വമുണ്ട്. മുസ്ലിം ലോകം ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗൾഫ് രാഷ്ട്രങ്ങൾ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമത്തിന് വരുന്നുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഇത് സമാധാനത്തിന്റെ നാടാക്കി മാറ്റണമേ എന്ന് പഠിപ്പിച്ചതുമൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. റസൂൽ ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള യുദ്ധം ചെയ്തിട്ടില്ല. പലപ്പോഴും ഇസ്ലാമിനെ പറ്റി യുദ്ധത്തിന്റെ പദമായൊക്കെ ചിത്രീകരിക്കാറുണ്ട്. റസൂലിന്റെ കാലത്താണ് യുദ്ധങ്ങൾ നോക്കൂ, സൈനികരും മാത്രമാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സിവിലിയനെ യുദ്ധത്തിൽ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇത് മാത്രമല്ല, യുദ്ധ നിയമം എന്നുള്ളതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വൃദ്ധന്മാരെ ആക്രമിക്കരുത്, അതേപോലെ തന്നെ നാട്ടിലുള്ള ഫലവൃക്ഷങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കരുത്, കുടിവെള്ള സ്രോതസ്സുകൾ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റസൂൽ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ അതിനെ ചെറുത്തു നിൽക്കുന്ന യുദ്ധങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. നാട്ടിനകത്ത് ആ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോ അവരെ അടിച്ചമർത്താനുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സൈനികരുമായുള്ള ഏറ്റുമുട്ടലായി, അക്രമങ്ങൾ ചെയ്യുന്നവരോടുള്ള യുദ്ധമായി മാത്രമാണ് ഇസ്ലാം നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നിരപരാധികളായ ആളുകൾ ഇപ്പൊ യുദ്ധത്തിന്റെ കെട്ടി അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽ ഇസ്രായേലിൽപ്പെട്ടവരാണെങ്കിലും ഇറാനിലുള്ളവരാണെങ്കിലും ഫലസ്തീനിലുള്ളവരാണെങ്കിലും എല്ലാവരോടും കാണിക്കേണ്ട നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണിച്ചിട്ടുള്ളത്. കാരണം യുദ്ധത്തിൽ ഒരു കുട്ടി, ജൂതന്മാരിൽപ്പെട്ട ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാകുകയാണ്. സന്തോഷിക്കല്ല, അസ്വസ്ഥനാകുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് ഗുണദോഷിക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ ഇതാ ചെയ്യരുത് എന്ന്. അങ്ങനെ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന്. അപ്പൊ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾ അത് ജാതിയുടെയും മതത്തിന്റെയും അതിർത്തിയുടെയും ഒക്കെ അതിനൊക്കെ അപ്പുറമായി നമ്മുടെ വേദനയായി മാറേണ്ടതുണ്ട്. അവർക്കൊക്കെ എല്ലാ നിലയ്ക്കുമുള്ള പ്രാർത്ഥന നമ്മുടെ പക്കൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നാട്ടിൽ സമാധാനം ഉണ്ടാകുന്ന രൂപത്തിൽ ഇതിനെ അള്ളാഹു ആക്കി തീർക്കുമാറാവട്ടെ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് സമാധാനവും സ്വൈര ജീവിതവും ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ അള്ളാഹുവെ അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹുവെ നീ ഒരുക്കി തരണമേ.
ഇന്ന് മുസ്ലിം ലോകവും അതേപോലെ തന്നെ ഇസ്ലാം നേരിടുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കരുത്തോടെ നേരിടാനുള്ള ഈമാനും അതിനുള്ള ശക്തിയും അള്ളാഹുവിനെ നൽകി അനുഗ്രഹിക്കണം. ഇന്ന് നമ്മുടെ ഇതിന്റെ കളക്ഷൻ നടക്കുന്നത്, പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പള്ളി കളക്ഷനും അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ ഫണ്ടുമാണ്. മസ്ജിദ് ഫണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കളക്ഷനും സാമൂഹ്യക്ഷേമ കളക്ഷനുമാണ് നടക്കുന്നത്. ഏതായാലും അതുമായി എല്ലാവരും സഹകരിക്കണം. അത്തരം പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു കോർത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അതേപോലെ തന്നെ ബന്ധുമിത്രാദികൾ, അവരുടെ കബർ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രൂപത്തിൽ സ്വൈര്യ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءك واعداء المسلمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.